ഫേസ്ബുക്കിലെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ്. അതായിരുന്നു എല്ലാറ്റിന്റെയും തുടക്കം. കീരത് അസി എന്ന യുവതിയുടെ ജീവിതം കീഴ്മേൽ മറിയുന്നത് അവിടെ നിന്നാണ്. ഫേസ്ബുക്കിലെ സൗഹൃദം പിന്നീട് പ്രണയമായി. എന്നാൽ താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒന്ന് നേരിൽ കാണാൻ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നത് 10 വർഷങ്ങളാണ്. ഒടുവിൽ ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങളാണ് കീരതിന്റെ ജീവിതത്തിൽ അരങ്ങേറിയത്. ലണ്ടനിലാണ് കഥ നടക്കുന്നത്. ബ്രൈറ്റണിലെ ഒരു പബ്ബിൽ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവിടുകയായിരുന്നു 29-കാരിയായ കീരത്. പാട്ടും നൃത്തവുമൊക്കെയായി എല്ലാവരും ആഘോഷത്തിലാണ്. അതിനിടെയാണ് പബ്ബിന്റെ പ്രധാന കവാടത്തിലൂടെ ഒരാൾ പ്രവേശിക്കുന്നത് കീരതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏയ്, ഇയാളെ എനിക്ക് അറിയാം, ഇത് ബോബിയല്ലേ? കഴിഞ്ഞ 5 മാസമായി ഫേസ്ബുക്കിൽ തന്നോട് സംസാരിക്കുന്ന ബോബി. മാസങ്ങൾക്ക് മുൻപാണ് കീരതിന് ബോബിയുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ലഭിക്കുന്നത്. ബന്ധുവായ സിമ്രാൻ ബോഗലിന്റെ മുൻകാമുകൻ ജെജിയുടെ സഹോദരനാണ് ബോബി. സിമ്രാനിൽ നിന്നാണ് ബോബിയെക്കുറിച്ച് കീരത് അറിയുന്നത്. അയാളൊരു കാർഡിയോളജിസ്റ്റാണ്. ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായതിനു ശേഷം ബോബിയുമായി ഒരുപാട് സമയം ഓൺലൈനിൽ ചെലവഴിക്കാറുണ്ട് കീരത്. എന്തും തുറന്നു പറയാനുള്ള ഒരു അടുപ്പം അയാളുമായി കീരതിനുണ്ടായിരുന്നു. എന്താ ഇവിടെ, ഞാൻ കീരതാണ് എന്ന് പറഞ്ഞ് അവർ ബോബിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. എന്നാൽ കീരത് പ്രതീക്ഷിച്ചതുപോലെയായിരുന്നില്ല ബോബിയുടെ പ്രതികരണം. ഹായ് എന്ന് പറഞ്ഞുവെങ്കിലും ഒന്നും മനസ്സിലാകാത്ത പോലെ അയാൾ അല്പനേരം മിഴിച്ചുനിന്നു. ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ട സംഭാഷണത്തിനു ശേഷം കീരത് സുഹൃത്തുക്കൾക്കരികിലേക്ക് നടന്നു. ബോബി എന്തുകൊണ്ട് നേരിൽ കണ്ടപ്പോൾ തന്നോട് അടുപ്പം കാണിക്കുന്നില്ല എന്ന ചോദ്യം കീരതിനെ വല്ലാതെ അലട്ടി. ചിലപ്പോൾ മദ്യപിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം. 100 ന്യായങ്ങൾ നിരത്തി ആശ്വസിക്കാൻ ശ്രമിച്ചിട്ടും കീരതിന്റെ മനസ്സിനെ ബോബിയുടെ പെരുമാറ്റം അലട്ടിക്കൊണ്ടേയിരുന്നു. കെനിയിൽ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറിയ ഒരു സിഖ് കുടുംബത്തിലാണ് കീരതിന്റെ ജനനം. കീരതിന്റെ മാതാപിതാക്കളുടെ കുടുംബവേരുകൾ ഇന്ത്യയിലാണ്. ദേശി റേഡിയോ എന്ന പഞ്ചാബി റേഡിയോ സ്റ്റേഷനിലെ ജോക്കിയായ കീരതിന് വലിയ സൗഹൃദവലയമുണ്ട്. പ്രായം 20കളുടെ അവസാനത്തിലെത്തിയപ്പോൾ തനിക്ക് ചേർന്നൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി കുടുംബവും കുട്ടികളുമായി ജീവിക്കാനുള്ള ആഗ്രഹം കീരതിന്റെ മനസ്സിൽ ഉടലെടുത്തു. ഒരു പ്രണയമുണ്ടായിരുന്നുവെങ്കിലും അത് തകർച്ചയുടെ വക്കിലായിരുന്നു. ഈ അവസരത്തിലാണ് 2010 കീരതിന് ബോബിയുടെ സന്ദേശം വരുന്നത്. വിവാഹിതനായി വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് ബോബി. അതുകൊണ്ടുതന്നെ അയാളുമായുള്ള സൗഹൃദത്തിൽ കീരതിന് മറ്റു ലക്ഷ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ബോബിയുടെ ഭാര്യ സഞ്ചാണ്ടു ഗർഭിണിയാണ്. തങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടണം എന്ന് പോലും ബോബി കീരതുമായി ചർച്ച ചെയ്തു. ആഴ്ചയിൽ 1-2 വട്ടമാണ് ബോബി സന്ദേശമയക്കുന്നത്. അവ പലപ്പോഴും ഒരു കത്ത് പോലെ ദീർഘമായിരിക്കും. കീരത് അതിന് സമയം പോലെ മറുപടി നൽകുകയും ചെയ്യും. കുഞ്ഞ് ജനിച്ചതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഭാര്യയുമായുള്ള ബന്ധത്തിൽ താളപ്പിഴകൾ സംഭവിച്ചുവെന്ന് ബോബി പറഞ്ഞാണ് കീരത് അറിയുന്നത്. ഈ സമയത്തെല്ലാം ആശ്വാസവാക്കുകളുമായി കീരത് ബോബിക്കൊപ്പം നിന്നു. വിവാഹമോചനത്തിനു ശേഷം ലണ്ടനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ബോബി താമസം മാറി. പതിയെ ഇരുവരും തമ്മിൽ സന്ദേശം അയക്കുന്നത് കുറഞ്ഞു. ഒടുവിൽ ഒട്ടുമില്ലാതായി. ആ സമയത്താണ് ഒരു ഓസ്ട്രേലിയൻ യുവതിയെ ബോബി വിവാഹം ചെയ്തുവെന്ന വിവരം സിമ്രാനിൽ നിന്ന് കീരത് അറിയുന്നത്. 2013 നവംബർ അതിരാവിലെയുള്ള ഒരു പ്രോഗ്രാമിനായി വീട്ടിൽ നിന്ന് റേഡിയോ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലായിരുന്നു കീരത്. ഫേസ്ബുക്കിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന പോസ്റ്റ്. കെനിയിൽ വെച്ച് ബോബിക്ക് വെടിയേറ്റിരിക്കുന്നു. ഫേസ്ബുക്കിൽ ബോബിയുടെയും കീരതിന്റെയും പൊതുസുഹൃത്തായ ഒരു വ്യക്തിയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സത്യമറിയാൻ കീരത് ഉടൻ സിമ്രാനെ ഫോൺ ചെയ്തു. ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി കെനിയിലുണ്ടായിരുന്ന സിമ്രാൻ ആ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. ബോബിക്ക് വെടിയേറ്റ വിവരം ആദ്യമായി ഫേസ്ബുക്കിൽ പങ്കുവച്ച സുഹൃത്തുമായി കീരത് ബന്ധപ്പെട്ടപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. അയാൾ കീരതിനെ 39 പേർ അടങ്ങുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചേർത്തു. ബോബിയുടെ വിവരങ്ങൾ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പായിരുന്നു അത്. ബോബിയുടെ ഭാര്യയടക്കം ആ ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു. അപകടനില തരണം ചെയ്തുവെങ്കിലും ബോബിയുടെ അവസ്ഥ വളരെ കഷ്ടത്തിലായിരുന്നു. എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുമ്പോൾ അപസ്മാരം പോലുള്ള പ്രശ്നങ്ങൾ വന്ന് അബോധാവസ്ഥയിലേക്ക് പോകും. കീരതിനെ ഓർമ്മയുണ്ടെന്ന് ബോബി പറഞ്ഞതായി അയാളുടെ സുഹൃത്ത് ഗ്രൂപ്പിൽ പങ്കുവച്ചു. ഇത് കേട്ടപ്പോൾ കീരതിന് സന്തോഷം തോന്നി. പക്ഷേ ഒരു ദിവസം ഞെട്ടിക്കുന്ന ഒരു വാർത്ത ബോബിയുടെ ഭാര്യ പങ്കുവച്ചു. ബോബി മരിച്ചു. അത് കീരതിന്റെ മനസ്സിനെ വല്ലാതെ തകർത്തു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കീരത് ഒരുപാട് സമയമെടുത്തു. ഒരു ദിവസം കീരതിന് അപ്രതീക്ഷിതമായി ഒരു സന്ദേശം ലഭിച്ചു. കീരത്, ഞാൻ ബോബിയാണ്, മരിച്ചുവെന്ന വാർത്ത സത്യമല്ലായിരുന്നു.
ഞാൻ ന്യൂയോർക്കിൽ സ്പെഷ്യൽ വിറ്റ്നസ് പ്രോഗ്രാമിലാണ്. ഇരയുടെ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ സർക്കാരിന്റെ സംരക്ഷണത്തിൽ ഒരു കാലയളവ് വരെ രഹസ്യമായി ജീവിക്കുന്ന സംവിധാനം. ഈ കാരണത്താൽ ഭാര്യ വിട്ടുപോയി. ജീവിതം തകർന്ന അവസ്ഥയിലാണ്. ഒരുപാട് അസുഖങ്ങളുണ്ട്. സ്വാഭാവിക ജീവിതത്തിലേക്ക് എന്ന് മടങ്ങുമെന്ന് അറിയില്ല. ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. ബോബിയുടെ വാക്കുകൾ കീരത്തിനെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി. എന്തു വന്നാലും താൻ നല്ലൊരു സുഹൃത്തായി ഒപ്പമുണ്ടായിരിക്കുമെന്ന് വാക്ക് നൽകി. ദിവസങ്ങൾ മുന്നോട്ടു പോകെ കീരതും ബോബിയും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചു. വർഷം 2015. ഒരു ദിവസം ബോബി കീരതിനോട് പറഞ്ഞു, എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. എനിക്ക് നിന്നോട് പ്രണയം തോന്നുന്നു. ഇത് കീരതിനെ ആശയക്കുഴപ്പത്തിലാക്കി. ബോബിയെ ചികിത്സിക്കുന്ന സ്പെഷ്യൽ മെഡിക്കൽ ടീമിനോട് കീരത് അയാളുടെ ആരോഗ്യനിലയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. ബോബി തന്നെയാണ് കീരത് അവരുമായി ഫോണിൽ സംസാരിക്കണം എന്ന് നിർബന്ധം പിടിച്ചത്. തന്റെ സ്നേഹവും പിന്തുണയും കൊണ്ട് ബോബിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് കീരത് വിശ്വസിച്ചു. തനിക്കും പ്രണയം തോന്നുന്നുവെന്ന് തുറന്നു പറഞ്ഞു. ബോബി ആരോഗ്യത്തോടെ തിരിച്ചുവന്നതിനു ശേഷം ഒരുമിച്ചുള്ള മനോഹരമായൊരു ജീവിതം കീരത് സ്വപ്നം കണ്ടു. അകലെയാണെങ്കിലും ബോബിക്കൊപ്പം തന്നെയാണ് പിന്നീടുള്ള കാലം കീരത് മാനസികമായി ജീവിക്കുന്നത്. എല്ലായ്പ്പോഴും സന്ദേശങ്ങൾ അയക്കും, സ്കൈപ്പിലൂടെ ചാറ്റ് ചെയ്യും, വീഡിയോ കോളിൽ വരും. എന്നാൽ ഒരിക്കൽ പോലും ബോബി ക്യാമറ ഓണാക്കിയിരുന്നില്ല. സുരക്ഷാ ഭീഷണിയുള്ളതുകൊണ്ട് തനിക്കതിന് അനുവാദമില്ലെന്ന് ബോബി പറഞ്ഞു. കീരതിന് അതിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. മാത്രവുമല്ല, ബോബിയുടെ ആരോഗ്യനില നന്നായി മെച്ചപ്പെടുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോകുന്നത് കീരത് അറിഞ്ഞില്ല. ബോബിയുമൊത്ത് ജീവിക്കുക, അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ സ്വപ്നം. ഒരു ദിവസം ബോബി പറഞ്ഞു, അമേരിക്കയിൽ നിന്ന് തന്നെ ലണ്ടനിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇത് കേട്ടതോടെ കീരത് സന്തോഷത്തിന്റെ കൊടുമുടിയിലെത്തി. വർഷങ്ങളായുള്ള തന്റെ കാത്തിരിപ്പ് പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. ലണ്ടനിലേക്ക് വരുമെന്ന് പറഞ്ഞതിന്റെ തലേ ദിവസം ബോബി കീരതിന്റെ സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നില്ല. യാത്രയുടെ ഒരുക്കങ്ങളുടെ തിരക്കിലായിരിക്കാം എന്ന് വിശ്വസിച്ചു. എന്നാൽ പിറ്റേ ദിവസം നിരാശയിലാഴ്ത്തുന്ന ഒരു സന്ദേശമാണ് കീരതിനെ തേടിയെത്തിയത്. ബോബിയുടെ യാത്ര താൽക്കാലികമായി റദ്ദാക്കി. ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന്. മനസ്സു തളർന്നുപോയെങ്കിലും കീരത് അതിനോട് പൊരുത്തപ്പെട്ടു. എന്നാൽ ലണ്ടനിലേക്ക് വരികയാണെന്ന് ബോബി ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാന നിമിഷത്തിൽ യാത്ര റദ്ദാകും. ഇതൊരു പതിവ് സംഭവമായപ്പോൾ കീരത് ഒരു ദിവസം ബോബിയോട് ദേഷ്യപ്പെട്ടു. അതിനു പിന്നാലെ ബോബിക്ക് ഹൃദയാഘാതമുണ്ടായി എന്ന വാർത്തയാണ് കീരതിനെ തേടിയെത്തിയത്. ബോബിയുടെ ഒരു കസിനാണ് വിവരം കീരതിനെ വിളിച്ചറിയിക്കുന്നത്. കുറ്റബോധം കൊണ്ട് മനസ്സ് തകർന്ന കീരത് അമേരിക്കയിലേക്ക് പുറപ്പെട്ട് ബോബിയെ നേരിൽ കാണാൻ തീരുമാനിച്ചു. എന്നാൽ ഇപ്പോഴത് വേണ്ടെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അനുവാദം ലഭിക്കില്ലെന്നും പറഞ്ഞു ബന്ധു കീരതിനെ പിന്തിരിപ്പിച്ചു. ബോബിയുടെ ബന്ധുക്കളിൽ പലരും കീരതിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ചിലരെല്ലാം വളരെ മോശമായാണ് സംസാരിച്ചത്. ബോബിയുടെ വിവാഹ ജീവിതം നശിക്കാൻ കാരണം കീരത് ആണെന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തി. കീരതിന്റെ ബന്ധുവായ സിമ്രാന് അവരിൽ പലരെയും നേരിട്ടറിയാം. ഒരിക്കൽ കീരതിനെ സന്ദർശിക്കാൻ ലണ്ടനിലെത്തിയ സിമ്രാനോട് അതെല്ലാം തുറന്നു പറഞ്ഞു. താൻ അവരിൽ പലരെയും ഫോണിലൂടെ ബന്ധപ്പെട്ട് ദേഷ്യപ്പെട്ടുവെന്നും ഇനി കീരതിനെ ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ് താക്കീത് ചെയ്തുവെന്നും സിമ്രാൻ പറഞ്ഞു. ബോബിയോടുള്ള സ്നേഹം കീരതിനെ ക്രമേണ ഭ്രാന്തമായ ഒരു അവസ്ഥയിലെത്തിച്ചു. മനസ്സിന്റെ കടിഞ്ഞാൻ പൂർണ്ണമായും ബോബിയുടെ കയ്യിലായി. ഒരു ദിവസം എന്തെല്ലാം ചെയ്യുന്നുവെന്ന് കീരത് ബോബിയെ അറിയിച്ചുകൊണ്ടേയിരിക്കണം. ആൺ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുകയാണെന്ന് അറിഞ്ഞാൽ ബോബി ദേഷ്യപ്പെടും. ഒരു അസുഖം വന്നാൽ കീരത് സമീപിക്കുന്നത് ഒരു പുരുഷ ഡോക്ടറെ ആണെന്ന് അറിഞ്ഞാൽ ബോബിയുടെ സമനില തെറ്റും. അയാളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി കീരത് തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങി. അതോടെ കീരതിന്റെ മാനസികാരോഗ്യം കാര്യമായി ക്ഷയിക്കാൻ തുടങ്ങി. ശരീരഭാരം അപകടകരമാം വിധത്തിൽ കുറഞ്ഞു. ജോലിയിൽ ശ്രദ്ധിക്കാനാകാത്ത വിധത്തിൽ ഇടയ്ക്കിടെ രോഗങ്ങൾ പിടിപെട്ടു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ബോബി ലണ്ടനിലേക്ക് തിരികെ എത്തുകയാണ്. കടുത്ത സുരക്ഷാസന്നാഹങ്ങളുള്ളതിനാൽ തന്നെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ വരേണ്ടതില്ലെന്ന് ആദ്യമേ ബോബി ചട്ടം കെട്ടിയിരുന്നു. ലണ്ടനിലെത്തി ഒരാഴ്ച പിന്നിട്ടിട്ടും ബോബി കീരതിനെ കാണാൻ വരുന്നില്ല. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി മരിക്കാറായ അവസ്ഥയിലാണെന്നും അവർക്കൊപ്പം സമയം ചെലവഴിക്കുകയാണെന്നും പറഞ്ഞു. ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ബോബി. ഒടുവിൽ ക്ഷമ നശിച്ച കീരത് ബോബിയുടെ മേൽവിലാസം കണ്ടുപിടിക്കാൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ചുമതലപ്പെടുത്തി. കീരതിനെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയത്. കുറെ കാലമായി അയാൾ ബ്രിട്ടനിലാണ് താമസിക്കുന്നത്, അതും ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം. വിവാഹമോചിതനായി എന്ന കഥ വാസ്തവമല്ല.
10 വർഷമായി അയാൾ കീരതിനോട് പറഞ്ഞതിൽ ഭൂരിഭാഗവും പച്ചക്കള്ളമായിരുന്നു. മനസ്സ് തകർന്ന കീരത് തന്റെ കാറിൽ ബോബിയുടെ ബ്രിട്ടനിലെ വീട്ടിലേക്ക് തിരിച്ചു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ ബോബി തന്നെയായിരുന്നു. കീരതിനെ കണ്ടപ്പോൾ ബോബിയുടെ മുഖത്ത് കാര്യമായ ഭാവവ്യത്യാസമുണ്ടായില്ലെന്ന് മാത്രമല്ല, ആരാണ് എന്ന ചോദ്യമാണ് അയാളിൽ നിന്ന് ഉയർന്നത്. തന്നെ മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിച്ച് കീരത് ഉറക്കെ ബഹളം വെച്ചു. ഇത്രയും കാലം തന്നെ സ്നേഹിച്ച് വഞ്ചിച്ചത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവൾ ബോബിയോട് ചോദിച്ചു. ഒന്നും മനസ്സിലാകാതെ ഞെട്ടിത്തെറിച്ച ഭാവത്തോടെയാണ് ബോബി ഇതെല്ലാം കേട്ടു നിന്നത്. പുറത്തെ ബഹളം കേട്ട് ബോബിയുടെ ഭാര്യ വീടിന് പുറത്തേക്ക് കടന്നു വന്നു. തനിക്ക് കീരതിനെ അറിയില്ലെന്ന ബോബിയുടെ വാദത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഭാര്യയും സംസാരിച്ചത്. തന്റെ പേരിൽ ബന്ധപ്പെടുന്ന ഫോൺ നമ്പർ കാണിച്ചു തരാൻ ബോബി കീരതിനോട് ആവശ്യപ്പെട്ടു. നമ്പർ പരിശോധിച്ചപ്പോൾ അത് തന്റേതല്ല. ഭാര്യയും അത് സ്ഥിരീകരിച്ചതോടെ കീരത് ആശയക്കുഴപ്പത്തിലായി. ബോബിയുമായി മുഖത്തോട് മുഖം നോക്കി സംസാരിക്കവെയാണ് കീരതിന്റെ ഫോൺ പെട്ടെന്ന് റിംഗ് ചെയ്യുന്നത്. മറുതലയ്ക്കൽ നിന്ന് സംസാരിക്കുന്നത് മറ്റാരും ആയിരുന്നില്ല. കീരതിന്റെ കഥയിലെ നായകൻ സാക്ഷാൽ ബോബി തന്നെയായിരുന്നു അത്. എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകാതെ കീരത് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഹൃദയം തകർന്ന് ബോബിയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ കീരത് സിമ്രാനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഭാര്യ അടുത്തുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രതികരിച്ചത് എന്ന് പറഞ്ഞ് സിമ്രാൻ കീരതിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ബോബിയുമായി നേരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തനിക്കെങ്ങനെ ബോബിയുടെ ഫോൺ കോൾ വന്നു എന്ന കീരതിന്റെ ന്യായമായ സംശയത്തിന് സിമ്രാൻ മറുപടി നൽകാനായില്ല. ഇതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്, അന്വേഷിക്കണം എന്ന് പറഞ്ഞ് സിമ്രാൻ ഫോൺ വെച്ചു. പോലീസിൽ പരാതിപ്പെടണമോ അതോ കുറച്ചുകൂടി കാത്തിരിക്കണോ? കൃത്യമായി ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ കീരതിന് സാധിക്കുന്നില്ല. ഒരു ഭാഗത്ത് ബോബിയാൽ ചതിക്കപ്പെട്ടതിന്റെ വിഷമമാണെങ്കിൽ തന്നെ മറ്റാരെങ്കിലും കബളിപ്പിക്കുകയാണോ എന്ന സംശയം മറുവശത്ത്. സിമ്രാന്റെ ഫോൺ കോളിനെ തുടർന്നാണ് കീരത് പിറ്റേ ദിവസം പുലർച്ചെ ഉറക്കമുണർന്നത്. താൻ വീടിന് പുറത്തുണ്ടെന്നും കുറച്ച് സംസാരിക്കാനുണ്ടെന്നും സിമ്രാൻ കീരതിനോട് പറഞ്ഞു. വാതിൽ തുറന്നപ്പോൾ ആകെ വിളറി വെളുത്തിരിക്കുകയാണ് സിമ്രാൻ. അകത്തേക്ക് പ്രവേശിച്ചതിനു ശേഷം ഏതാനും നിമിഷങ്ങൾക്കു ശേഷം സിമ്രാൻ പറഞ്ഞു, കീരത് ഒരു കാര്യം പറയാനുണ്ട്. വൈകാരികമായി പ്രതികരിക്കരുത്. ബോബി അത് ഞാനായിരുന്നു. ഇത്രയും കാലം ബോബി എന്ന പേരിൽ നിന്നോട് ചാറ്റ് ചെയ്തതും സംസാരിച്ചതുമെല്ലാം ഞാനാണ്. സിമ്രാൻ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ തനിക്ക് ചുറ്റുമുള്ളതെല്ലാം തകർന്നടിഞ്ഞതുപോലെ കീരതിന് തോന്നി. എന്നാലും ഒരുപാട് സംശയങ്ങൾ അവളുടെ മനസ്സിൽ ബാക്കിയായിരുന്നു. ബോബിയുടെ കുടുംബം എന്ന പേരിൽ താനുമായി ചാറ്റ് ചെയ്തവരോ, തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചവരോ, അവരെല്ലാം ആരാണ്? എല്ലാത്തിനും സിമ്രാന് ഉത്തരമുണ്ടായിരുന്നു. അതെല്ലാം താനായിരുന്നു. 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു തമാശയെന്നോണമാണ് സിമ്രാൻ എല്ലാം തുടങ്ങിവെച്ചത്. എന്നാൽ ദിവസങ്ങൾ പോകെ കീരതിനെ കബളിപ്പിക്കുന്നത് സിമ്രാൻ ഒരു ലഹരിയായി. ബോബിയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ 39ഓളം അംഗങ്ങളുണ്ടായിരുന്ന ഗ്രൂപ്പ് ചാറ്റിലെ ഓരോരുത്തരുമായി അഭിനയിച്ചത് സിമ്രാനായിരുന്നു. അത്രയും വിദഗ്ധമായായിരുന്നു തട്ടിപ്പ്. വോയിസ് ചേഞ്ചർ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് പല പേരുകളിലും കീരതിനെ സിമ്രാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. ബോബിക്ക് വേണ്ടി എത്ര സമയം കീരത് ചെലവഴിച്ചുവോ അത്രയും സമയം സിമ്രാൻ ബോബിയായും അയാളുടെ ബന്ധുക്കളായും സുഹൃത്തുക്കളായും വേഷം മാറി. സ്വന്തം സഹോദരിയായി കരുതിയിരുന്ന സിമ്രാൻ തന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുമെന്ന് കീരത് ഒരിക്കലും കരുതിയില്ല. ഭർത്താവും കുട്ടികളുമായുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട കീരത് അവരുടെ യൗവനത്തിന്റെ 10 വർഷങ്ങൾ കാണാമറയത്തിരുന്ന കാമുകനോടുള്ള ആത്മാർത്ഥ പ്രണയത്തിനായി ബലി കഴിച്ചു. സിമ്രാനെതിരെ കീരത് പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. മറ്റൊരാളുടെ വ്യക്തിത്വം തട്ടിയെടുത്ത് സിമ്രാൻ കീരതിനെ ചതിച്ചുവെങ്കിലും സാമ്പത്തികമായ തട്ടിപ്പുകളൊന്നും നടത്തിയിട്ടില്ലെന്നതായിരുന്നു അതിന് കാരണം. പ്രണയത്തിന്റെ പേരിൽ 10 വർഷങ്ങളോളം വൈകാരികമായി ചൂഷണം ചെയ്യപ്പെട്ട കീരതിനെ സഹായിക്കാനും നീതി നേടിക്കൊടുക്കാനും നിയമവ്യവസ്ഥയ്ക്ക് ഇതുവരെ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.